സ്ഫോടന പരമ്പര കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ബീഹാർ പോലീസ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ദൃക്സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ഇയാളെ ചോദ്യം ചെയ്തു വരുന്നതായി ബീഹാർ ADGP അഭയാനന്ദ് പറഞ്ഞു. കൂടുതൽ തെളിവുകൾക്കായി അന്വേഷണ ഉദ്യോഗസ്ഥർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. സംഭവത്തിന് ശേഷം ക്ഷേത്രത്തിലും പരിസരത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഒരു DIGയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ NIA സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ക്ഷേത്രത്തിലെത്തിയ സംഘം സ്ഫോടനം നടന്ന സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. ക്ഷേത്രത്തിലെ പ്രാർത്ഥനാധികർമ്മങ്ങൾ മുറയ്ക്ക് നടക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ഒരറിയിപ്പുണ്ടാവുന്നതുവരെ പുറത്തുനിന്നുള്ളവർക്ക് ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. NIAയുടെ തെളിവെടുപ്പ് പൂർത്തിയായാൽ തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും പ്രവേശനം അനുവദിക്കുമെന്ന് ബീഹാർ പോലീസ് അറിയിച്ചു. അതേസമയം മഹാബോധി ക്ഷേത്രത്തിലെ സ്ഫോടനം തികച്ചും ദൗർഭാഗ്യകരമാണെന്ന് തിബത്തൻ ആത്മീയ നേതാവ് ദലൈലാമ അഭിപ്രായപ്പെട്ടു. സംഭവത്തിനു പിന്നിൽ ഏതാനും ചില വ്യക്തികൾ മാത്രമായിരിക്കുമെന്നും ലാമ പറഞ്ഞു. സ്ഫോടനത്തിൽ പ്രതിഷേധിച്ച് BJPയും രാഷ്ട്രീയ ജനതാദളും ഗയയിൽ നിന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തു. IB നൽകിയ വിവരങ്ങൾ നിതീഷ് സർക്കാർ മുഖവിലക്കെടുക്കാതിരുന്നതാണ് സ്ഫോടനത്തിന് കാരണമെന്ന് RJD ദേശീയ ജനറൽ സെക്രട്ടറി രാംകൃപാൽ യാദവ് പറഞ്ഞു. മഹാബോധി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷയിലെ ബുദ്ധവിഹാര കേന്ദ്രങ്ങളിലെയും സൂര്യക്ഷേത്രത്തിലെയും സുരക്ഷ സർക്കാർ ശക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.